കാൽപന്ത് കളിയുടെ മൈതാനത്ത് വീണ്ടും സാമ്പാതാളം അലയടിക്കുകയാണ്. മഞ്ഞക്കുപ്പായക്കാരുടെ കാലുകളിൽ കാൽപന്ത് ഒരു മാന്ത്രിക ഗണ്ട് പോലെ നൃത്തം വെക്കുന്നു. വിനീഷ്യസ് ജൂനിയറിന്റെയും ക്യൂഞ്ഞയുടെയും വേഗതയേറിയ മുന്നേറ്റങ്ങൾ എതിരാളികളുടെ പ്രതിരോധ കോട്ടയെ നിഷ്പ്രയാസം തകർത്തെറിയുന്ന കാഴ്ചക്കാണ് ഫുട്ബോൾ ലോകം സാക്ഷ്യം വഹിച്ചത്. 3 ഗോളുകളുടെ തകർപ്പൻ വിജയത്തോടെ തങ്ങളുടെ രാജകീയ പ്രൗഢി വിളിച്ചൂതിക്കൊണ്ട് ബ്രസീൽ തലപ്പത്തേക്ക് കുതിച്ചെത്തിയിരിക്കുകയാണ്. കളിക്കളത്തിലെ ഓരോ പാസിലും ഓരോ കുതിപ്പിലും കാനറിപ്പടയുടെ അടങ്ങാത്ത ആവേശവും വിജയതൃഷ്ണതയും നിറഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ ഈ വിജയത്തിന്റെ മാറ്റുകൂട്ടാൻ എതിരാളികളുടെ നെഞ്ചിൽ കൂടുതൽ ഭയം നിറക്കാൻ പോകുന്ന ആ വജ്രായുധം ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ. അതെ, കാനറിപ്പടയുടെ സ്വന്തം സുൽത്താൻ കളിക്കളത്തിലേക്ക് മടങ്ങിയെത്താൻ തയ്യാറെടുക്കുകയാണ്. മൈതാനത്തിന്റെ മധ്യനിര ഒരു ചക്രവർത്തിയെ പോലെ അടക്കി ഭരിക്കാൻ തന്റെ സഹതാരങ്ങൾക്ക് ആവേശം പകരാൻ അവൻ വരുകയാണ്. നെയ്മറിന്റെ കടന്നുവരവ് ബ്രസീൽ ടീമിൽ ഉണ്ടാക്കാൻ പോകുന്ന സ്വാധീനം വർണ്ണാതീതമാണ്. കേവലം ഒരു മികച്ച കളിക്കാരന്റെ മടങ്ങിവരവ് മാത്രമല്ല ഇത്, മറിച്ച് ടീമിന്റെയാകെ ആത്മവിശ്വാസത്തെ കൊടുമുടിയിലേക്ക് എത്തിക്കുന്ന നിമിഷമായിരിക്കും. വിനിയും മാറ്റിയാസ് ക്യൂഞ്ഞയും നിലവിൽ പടുത്തുയർത്തുന്ന അതിവേഗ മുന്നേറ്റങ്ങൾക്ക് നെയ്മറിന്റെ മാന്ത്രിക സ്പർശനവും തന്ത്രപരമായ നീക്കങ്ങൾ കൂടി ലഭിക്കുമ്പോൾ ബ്രസീലിന്റെ ടീം ഗെയിം അപൂർവമായൊരു പൂർണ്ണതയിലെത്തും. കളിയെ കൃത്യമായി വായിച്ചെടുക്കാനുള്ള അവന്റെ കഴിവും പന്തിന്മേലുള്ള അസാധാരണമായ നിയന്ത്രണവും മൈതാനത്തുള്ള ഓരോ സഹതാരങ്ങളിലേക്കും പുതിയൊരു ഊർജം നൽകും. ക്യാപ്റ്റൻ റോളിലും പ്ലേമേക്കറിന്റെ റോളിലും നെയ്മർ ഒപ്പമുണ്ടെന്ന യാഥാർത്ഥ്യം മാത്രം മതിയാകും കാനറിപ്പടയിലെ ഓരോ താരത്തിനും തങ്ങളുടെ കഴിവിന്റെ 100% പുറത്തെടുക്കാൻ. ആ മാന്ത്രിക കാലുകളുടെ വരവോടെ കൂടുതൽ കരുത്താർജിച്ച ബ്രസീലിന്റെ ആധികാരികമായ ഫുട്ബോൾ കാവ്യത്തിനായി ഫുട്ബോൾ ലോകം കാത്തിരിക്കുകയാണ്. സ്കോട്ട്ലാൻഡിനെതിരെയുള്ള ആ പോരാട്ടത്തിൽ ബ്രസീലിന്റെ സ്വന്തം സുവർണ താരം നെയ്മർ കളത്തിലിറങ്ങുമെന്ന വാർത്ത ആരാധകരിൽ ആവേശത്തിന്റെ വലിയൊരു അലയൊലിയാണ് സൃഷ്ടിക്കുന്നത്. പരിശീലകനായ കാർലോ അഞ്ചലോട്ടിയുടെ വാക്കുകൾ വലിയൊരു ആത്മവിശ്വാസത്തിന്റെ കുളിർക്കാറ്റാണ്. ഫുട്ബോൾ ലോകം കേട്ടത് നാളെ മുതൽ അവൻ മൈതാനത്ത് തനിച്ചും ഞായറാഴ്ചയോടെ തന്റെ സഹതാരങ്ങൾക്കൊപ്പം പരിശീലനം തുടങ്ങും. ആ കാൽവിരുതുകൾ സ്കോട്ട്ലാൻഡിനെതിരെയുള്ള പോരാട്ടത്തിൽ വീണ്ടും കാണാൻ കളമൊരുങ്ങിക്കഴിഞ്ഞു. ഇത് വെറും ഒരു തിരിച്ചുവരവല്ല, മറിച്ച് കണ്ണീരും വിയർപ്പും പ്രതീക്ഷകളും കാലങ്ങളായി കെട്ടിപ്പിണഞ്ഞു കിടക്കുന്ന ഒരു വലിയ ഇതിഹാസ യാത്രയുടെ തുടർച്ചയാണ്. 2014 സ്വന്തം മണ്ണായ ബ്രസീലിൽ തുടങ്ങി ആ ലോകകപ്പ് സ്വപ്നങ്ങൾ വേദനയോടെയാണ് അവസാനിച്ചത്. പിന്നീട് 2018 റഷ്യൻ വേൾഡ് കപ്പിലും അയാൾ പരിക്ക് പറ്റി വീഴുന്ന കാഴ്ചകൾ കണ്ടതാണ്. 2022 അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ക്രൊയേഷ്യക്കെതിരെയുള്ള മാച്ചിൽ അയാൾ ഗോളടിച്ച് തിരിച്ചു വന്നു. പക്ഷേ ആ മത്സരത്തിൽ ബ്രസീലിന് പരാജയപ്പെടാനായിരുന്നു വിധി. തോൽവികളെ വകഞ്ഞു മാറ്റി അവൻ വീണ്ടും ഒരു ഫിനിഷ് പക്ഷിയെ പോലെ ഇന്ന് പറന്നുയരുകയാണ്. കാലം കാത്തുവെച്ച വലിയൊരു ലക്ഷ്യത്തിലേക്കാണ് ഈ കാൽവെപ്പുകൾ. 2026 അമേരിക്ക, മെക്സിക്കോ, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായി ആതിഥേയത്വം വഹിക്കുന്ന ലോകകപ്പ് പോരാട്ടത്തിനുള്ള ഒരുക്കത്തിലാണ് നെയ്മർ. മുൻകാലങ്ങളിലെ മുറിവുകളെല്ലാം കരിഞ്ഞിരിക്കുന്നു. ഇനി ബാക്കിയുള്ളത് ലോക കിരീടമെന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രമാണ്. സ്കോട്ട്ലാൻഡിനെതിരെയുള്ള ഈ മത്സരം ആ വലിയ സ്വപ്നത്തിലേക്കുള്ള വെറുമൊരു തുടക്കം മാത്രമാണ്. ആഞ്ചലോട്ടിയുടെ തന്ത്രങ്ങൾക്ക് കീഴിൽ തൻ്റെ മാന്ത്രിക ചുവടുകളുമായി ആ സുവർണ കിരീടം നെഞ്ചോട് ചേർക്കാൻ അവൻ ഒരിക്കൽ കൂടി വരികയാണ്. കാനറി പക്ഷികളുടെ സംഗീതം വീണ്ടും മുഴങ്ങാൻ ഫുട്ബോൾ ലോകം ഒന്നടങ്കം ആ വരവിനായി കാത്തിരിക്കുന്നു.